ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. നമ്മുടെ സിനിമയുടെ പേര് അഡ്ജസ്റ്റ്മെന്റ് എന്നാണല്ലോ. അതെ. അപ്പൊ എനിക്ക് ഈ പേര് കേട്ട പിന്നെ ഭയങ്കര ടെൻഷൻ. എന്താണ്? ഈ സിനിമ റിലീസ് ആയിട്ടെങ്ങാനും വിജയിക്കുകയാണെങ്കിൽ അഡ്ജസ്റ്റ്മെന്റിൽ അഭിനയിച്ച നായിക എന്ന ആൾക്കാർ തെറ്റിദ്ധരിക്കുവോ എന്നൊരു അങ്ങനെ ഒരു തെറ്റിദ്ധാരണയൊന്നും വേണ്ട. ഓക്കെ ആണല്ലോ. ഒരു സംശയം ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് നമ്മുടെ സിനിമയ്ക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പേരിട്ടത്? അഡ്ജസ്റ്റ്മെന്റ് എന്ന് പേരിടാൻ കാരണം നമ്മുടെ തിരക്കഥാകൃത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇതിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. ഓക്കെ. അദ്ദേഹം ഒരു ലോഡ്ജ് എടുക്കാൻ ഇദ്ദേഹത്തിന്റെ ഗൂഗിൾ പേ ഒരു നേരത്തും റേഞ്ച് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു കടത്തിണ്ടയിൽ ഇരുന്നിട്ടാണ് അദ്ദേഹം ആദ്യം ഈ പടം സ്റ്റാർട്ട് ചെയ്തത്. Adjustment. എന്നിട്ട് ഉച്ചക്ക് ഊണ് കഴിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോ ഭക്ഷണമൊക്കെ കഴിച്ച് കാശ് കൊടുക്കാൻ നേരത്ത് വീണ്ടും ഗൂഗിൾ പേ വർക്ക് ചെയ്തില്ല. അങ്ങനെ അവിടെ പിടിച്ചു നിർത്തി. പിന്നെ അവിടെ വിറക് കയറി പാത്രം കഴുകി അതിന്റെ ഇടയിലേക്ക് ഇരുന്നിട്ടാണ് ഈ പടം എഴുതി തീർത്തത്. അതുകൊണ്ട് പുള്ളി ഇട്ട പേരാണ് അഡ്ജസ്റ്റ്മെന്റ്. ഒരു അഡ്ജസ്റ്റ്മെന്റിൽ എഴുതി തീർത്ത പടമാണ്. അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ അമ്പിളിക്ക് അഡ്ജസ്റ്റ്മെന്റിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ട്? അല്ല, അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? പേരുള്ള സിനിമയിൽ അത് കുഴപ്പമില്ല, ഞാൻ അഭിനയിച്ചോളാം. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് മാറുന്നേ, കാണട്ടെ അഴകൊന്ന് കാണട്ടെ. ഈ സിനിമയിലെ നായിക അമ്പിളി, ഈ സിനിമയിലെ നായകൻ ശില്പി, ഈ സിനിമയിലെ പ്രൊഡ്യൂസർ ഞാൻ, ഡയറക്ടർ നമ്മുടെ എന്റെ ചെവി കാറിപ്പോയി. അല്ല, എനിക്ക് ആവേശമായി ഇത്രയും നല്ല ആക്ടേഴ്സിനെ കിട്ടിയിട്ട്. അപ്പൊ ഒരു കാര്യം, നമുക്ക് പടം തുടങ്ങാൻ പോവാണ്. നാളെ തന്നെ നമുക്ക് പടം തുടങ്ങാം. ശരി സാർ. അപ്പൊ ഈ പടം തുടങ്ങുന്നതിന് മുമ്പേ എനിക്ക് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. എന്താണ്? നിങ്ങൾ 3 പേരും എനിക്ക് സത്യം ചെയ്തു തരണം. സത്യം ചെയ്യാം. കൂടെ കൈ വിട്. പറയട്ടെ. പറഞ്ഞു. ഈ സിനിമ തുടങ്ങി അവസാനിക്കുന്നത് വരെ ഞാൻ താമസിക്കുന്ന മുറിയിൽ എന്നെ ശല്യം ചെയ്യുകയോ വാതിൽ വന്ന് മുട്ടുകയോ ചെയ്യില്ലെന്ന് എനിക്ക് സത്യം ചെയ്തു തരണം. സത്യം. അങ്ങനത്തെ ആൾക്കാരല്ല നമ്മള്. നിങ്ങള് മലയാള സിനിമ അങ്ങനെ എല്ലാവരും ഒരേപോലെ കാണില്ലേ? അങ്ങനത്തെ ആൾക്കാരല്ല നമ്മള്. സന്തോഷായി സാർ.